രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് ബിജെപി നേതാവ് മുൻ രാജ്യസഭാ MP രാകേഷ് സിൻഹയാണ് ഡൽഹിക്ക് പുറമെ ബീഹാറിലും വോട്ട് ചെയ്തത്. ബിജെപി പ്രവർത്തകൻ നാഗേന്ദ്രകുമാറും ഡൽഹിയിലും ബീഹാറിലും വോട്ട് ചെയ്തു. ആർ അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, ഇരട്ട വോട്ട് വ്യക്തമാക്കുന്നതാണ് ഈ രണ്ട് കേസുകളും. എന്താണ് വിവരം? കഴിഞ്ഞ ദിവസമാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ട് ക്രമക്കേട് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത്. ഇരട്ട വോട്ടുകൾ പലയിടത്തും നടക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു. ഇപ്പോൾ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ചില BJP നേതാക്കൾ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തിരുന്നുവെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. രണ്ടുപേരും, അതായത് BJPയുടെ മുൻ രാജ്യസഭാ MP രാകേഷ് സിൻഹയാണ് ഡൽഹിയിലും ബീഹാറിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡൽഹിയിൽ രാകേഷ് സിൻഹ വോട്ട് ചെയ്തത് ദ്വാരക മണ്ഡലത്തിലാണ്. അതേസമയം ഇപ്പോൾ ബെഗുസരായ് മണ്ഡലത്തിൽ രാകേഷ് സിൻഹ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എക്സിൽ ഇതുമായി ബന്ധപ്പെട്ട രണ്ട് പോസ്റ്റുകളും രാകേഷ് സിൻഹ പങ്കുവച്ചതിന് പിന്നാലെയാണ് രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും രാകേഷ് സിൻഹ വോട്ട് രേഖപ്പെടുത്തിയതായി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ BJP പ്രവർത്തകനായ നാഗേന്ദ്രകുമാർ ഡൽഹിയിലും ബീഹാറിലും വോട്ട് ചെയ്തതായും അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഫോട്ടോകളിലൂടെ വ്യക്തമാക്കുന്നു. അവർ ഡൽഹിയിലെ വോട്ട് ബീഹാറിലേക്ക് മാറ്റിയോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഫെബ്രുവരി മാസം മാത്രമാണ് ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ബീഹാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ രണ്ടു പേരും വോട്ട് രേഖപ്പെടുത്തിയെന്ന് വ്യക്തമാകുന്ന തെളിവുകൾ പുറത്തുവരുന്നു. അപ്പോൾ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ആരോപിച്ചത് ഉത്തർപ്രദേശിലുള്ള BJP നേതാക്കൾ ഹരിയാനയിലും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലും വോട്ട് രേഖപ്പെടുത്തുന്നതാണ്. എന്തായാലും രാഹുലിന്റെ ആരോപണങ്ങൾ ശരിവെക്കുന്ന ദൃശ്യങ്ങളും അതുപോലെ തന്നെ കാഴ്ചകളും അവർ പങ്കുവച്ച ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. BJP മുൻ രാജ്യസഭാ MP ആയ രാകേഷ് സിൻഹയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ ഇപ്പോൾ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിരവധി BJP പ്രവർത്തകരും സമാനമായ രീതിയിലുള്ള വോട്ട് രേഖപ്പെടുത്തിയെന്നുള്ള വിവരങ്ങളും പുറത്തുവരികയാണ്. സമൂഹ മാധ്യമങ്ങൾ അക്കൗണ്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം BJP ഈ വിഷയത്തിൽ ഇതുവരെ ഒരു വ്യക്തതയും വരുത്തിയിട്ടില്ല. ധന്യ. ശരി അരവിന്ദ്.